കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പാർട്ട് 3 ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ 20 ക്ഷേമ പ്രവർത്തനങ്ങൾ പഠിച്ചു അല്ലേ? കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. 1. സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ആശ്വാസകിരണം. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. പ്രതിമാസം 600 രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുന്നത്. സുകൃതം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. സുകൃതം പദ്ധതിയുടെ അംബാസിഡർ മമ്മൂട്ടിയാണ്. ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പും ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പും ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം പദ്ധതി. അടുത്തത് മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. കാതോരം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം പദ്ധതി. അടുത്തത് ശ്രവൺ. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ശ്രവൺ. കേൾവി പരിമിതി നേരിടുന്നവർക്കായി ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിന് കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ശ്രവൺ. വിമുക്തി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? വിമുക്തി. ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ തെണ്ടുൽക്കർ ആണ് വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. താലോലം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, സിക്കിൾ സെൽ അനീമിയ, ജന്മനായുള്ള വൈകല്യങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, സിക്കിൾ സെൽ അനീമിയ, ജന്മനായുള്ള വൈകല്യങ്ങൾ തുടങ്ങിയ മാരകരോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായിട്ട് വരാം. താങ്ക്